CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിൽ 7 സീറ്റുകളിലെങ്കിലും UDF വിജയിക്കുമെന്നും ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം മണ്ണാർക്കാട് മണ്ഡലത്തിലായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാക്കളെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കൊടി വെച്ചായിരുന്നു സിനിമാ രംഗങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ആക്രമണം നടന്നത്. വണ്ടൂർ വാണിയമ്പലത്ത് 19 വയസ്സുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് വണ്ടൂർ പോലീസ്. വെന്തോടൻപടി സ്വദേശി പുഴുത്തുണ്ണി മുഷാബാണ് കേസിലെ പ്രതി. വിസയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിൽ 7 സീറ്റുകളിലെങ്കിലും UDF വിജയിക്കുമെന്നും ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം മണ്ണാർക്കാട് മണ്ഡലത്തിലായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പാലക്കാട് ജില്ലയിൽ നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകർ, ഈ തെരഞ്ഞെടുപ്പിനുണ്ടായ ട്രെൻഡ് എന്ന് പറയുന്നത് UDFന് അനുകൂലമാണ്. മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ അതിശയത്തിൻ്റെ ഒരു പാതയാണ്. UDFന്റെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ സ്വീകാര്യതയുണ്ടായി. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തനത്തിൻ്റെ ഒപ്പം പരിപാടികളിലും ആൾ കൂടുമ്പോൾ പരാജയ ഭീതി കൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും ഓരോരുത്തർ പറഞ്ഞിരുന്നു. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ വോട്ട് ചെയ്താണ് ഇലക്ഷൻ്റെ വിധി വരും. ഇത്തവണ പാലക്കാട് ജില്ലയിൽ വലിയൊരു മുന്നേറ്റം UDFന്റെ ഉണ്ടാകും. അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ പാളയത്തിലെ പട, അഭിപ്രായ വ്യത്യാസം, വിട്ടു നിൽക്കുന്നവർ, മാറി നിൽക്കുന്നവർ, എതിർക്കുന്നവർ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക CPM. അപ്പം അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. അതൊന്നും ഞങ്ങൾ പ്രത്യേകം മുഖവിലക്കെടുക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, കഴിഞ്ഞ ദിവസം കോങ്ങാട് നിയോജകമണ്ഡലത്തിലും അതുപോലെ മലമ്പുഴ നിയോജകമണ്ഡലത്തിലുമൊക്കെ കോൺഗ്രസിൻ്റെയും BJPയുടെയും ബൂത്തിൽ ആളില്ല. അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുക. അതായത് കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചിടത്തൊക്കെ അവിടെ ഡീലാണെന്ന് പറയുകയാണ്. യഥാർത്ഥ ഡീൽ എവിടെയാണെന്നുള്ളത് എല്ലാം മറന്നീക്കി പുറത്തു വന്നു. പാലക്കാട് ജില്ല 3 കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ജില്ലയാണ്. അവിടെ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ല പാർട്ടിയിൽ. കഴിഞ്ഞ തവണയും സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് എന്താ ഫലം ചോദിച്ചാൽ 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് CPM പാലക്കാട് 3ാം സ്ഥാനത്താണ്. അപ്പം ആ 3ാം സ്ഥാനത്ത് വരാനുള്ള കാരണം എന്താ അന്വേഷിക്കണ്ടേ? ഇവരാണ് BJPയെ വളർത്തി താലോലിച്ച് ഈ പാലക്കാട് ജില്ലയിൽ അവർക്ക് വളക്കൂറിട്ട് കൊടുത്തത്. അതുകൊണ്ട് എന്തായി? ആ പാർട്ടി 3ാം സ്ഥാനത്തായി. ഇവരെ സഹായിച്ചതിൻ്റെ പേരിൽ ജനങ്ങൾ ശിക്ഷിച്ചത് CPMനെയാണ്. അപ്പം ആ പാഠം ഉൾക്കൊള്ളാണ്ട് ഇപ്പോഴും പിച്ചും പേയും പറയുകയാണ് തെരഞ്ഞെടുപ്പ്. സ്വന്തം പാളയത്തിലെ പട അതൊതുക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. BJPക്ക് ബൂത്ത് കെട്ടാൻ ആളില്ല, കോൺഗ്രസിന് ബൂത്ത് കെട്ടാൻ ആളില്ല, അവിടെ പ്രവർത്തകരില്ല എന്ന് പറയുന്നു. ഞാൻ നേർസാക്ഷിയാണ്. കാരാകുറിച്ചി പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ CPMന്റെ ബൂത്ത് കെട്ടാൻ ആളില്ല. ബൂത്തിൽ CPMന്റെ പ്രവർത്തകരില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. കാരാകുറിച്ചി പഞ്ചായത്ത് എടുത്തോ, നിരവധി പഞ്ചായത്തിൻ്റെ ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരാകുറിച്ചി പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ CPMന്റെ ബൂത്തിലേക്ക് ആളില്ല. അപ്പം സ്വന്തം പാർട്ടിക്ക് ആളില്ലാത്തത് മറച്ചു വെച്ച് മറ്റ് പാർട്ടിക്കാരുടെ അവരുടെ ആളില്ലാത്ത പ്രയാസം അദ്ദേഹം പ്രകടിപ്പിക്കുക. എന്തൊരു സങ്കടം എന്നറിയോ BJPയുടെ CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക്. സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ രാജീവ് ചന്ദ്രശേഖരന് ഇല്ലാത്ത സങ്കടമാണ് പാലക്കാട് ജില്ലയിലെ CPM ജില്ലാ സെക്രട്ടറി പ്രകടിപ്പിക്കുന്നത്. BJPക്ക് ആളില്ല, കോൺഗ്രസിന് ആളില്ല. ഇന്ന് BJPക്കും കോൺഗ്രസിനും ആളുണ്ടാക്കി കൊടുക്കലാണോ CPMന്റെ പണി? സ്വന്തം പാളയത്തിലെ ചോർച്ച അരിപ്പ വെച്ചിട്ടും തടയാൻ കഴിയാത്ത അവസ്ഥയിൽ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ് CPM. ഒരു കാര്യം പറയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ശക്തമായി തിരിച്ചടി കിട്ടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ CPMനാണ്. സ്കോർ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ പറയാം, 12-7 സീറ്റെങ്കിലും ചുരുങ്ങിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF വിജയിക്കും.
എൻ ഷംസുദ്ദീൻ MLA മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അത് തന്റെ ആഗ്രഹമാണെന്നും അതിനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ടെന്നും MP മറുപടി നൽകി. UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ ഭാര്യയും KPCC ജനറൽ സെക്രട്ടറിയുമായ വ്യക്തി രാഷ്ട്രീയത്തിൽ തന്നേക്കാൾ സീനിയർ ആണെന്നും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ചില ഭാഷ, അതിനൊന്നും മുഖവരയ്ക്ക് എടുക്കുന്നു. ഒരു KPCC ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പത്നിയാവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം അസംബ്ലിയിലും പാർലമെന്റിലും മത്സരിച്ച, എന്നേക്കാൾ സീനിയറാണ് മത്സരത്തിൻ്റെ കാര്യത്തിൽ കോങ്ങാട് മത്സരിച്ച സ്ഥാനാർത്ഥി. അതൊക്കെ ഒരു എന്താ പറയുക, പരാജയം ഉറപ്പായപ്പോൾ എന്താ പറയാന്നറിയില്ല. ചിത്തഭ്രമം വന്നോന്നൊരു സംശയമുണ്ട് ചില ആളുകൾക്ക്. അവർക്ക് അവരുടെ ആളുകൾ ചോരുമ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല. ഒരു കാര്യം പറയാം, CPM ഉണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിന് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി, അവരുടെ തമ്മിത്തല്ലും, ഇതെല്ലാം അണികളിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവരുടെ അണികൾ പലയിടത്തും സജീവമല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കി, മണ്ണാർക്കാട് എത്ര ബൂത്തിൽ CPM ആളില്ല, ഒരു പ്രതിനിധി പോലും ഇല്ല. ആ രീതിയിലേക്ക് അധപ്പതിച്ചു പാർട്ടി. ഈ പാർട്ടിക്ക് ഏറ്റവും ശക്തമായ തിരിച്ചടി, പാർട്ടിക്ക് മാത്രമല്ല 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ, പിണറായിയുടെ സർക്കാരിന് ശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒട്ടും മോശമല്ല. BJPക്ക് ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-കാർക്ക് അറിയണ്ട. സംസ്ഥാനത്ത് UDF മുഖ്യമന്ത്രി തന്നെ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ശ്രീകണ്ഠൻ, പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെയും ജനങ്ങൾ ഇത്തവണ കാഴ്ച ബംഗ്ലാവിലേക്ക് അയക്കുമെന്നും പരിഹസിച്ചു. ജയിക്കുന്ന മുന്നണിയിലല്ലേ മന്ത്രിസ്ഥാനത്തെക്കുറിച്ചും മറ്റും ചർച്ചകൾ നടക്കുകയുള്ളൂ എന്നും അദ്ദേഹം ചോദിച്ചു. PK ശശി UDF-ന്റെ സ്വതന്ത്രനാണ്. അത് ജയിക്കട്ടെ. ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പറയാലോ, ആദ്യ ഘട്ടത്തിൽ നിന്നും 2ാം ഘട്ടത്തിലേക്ക് കുറച്ചും കൂടി ഊർജ്ജസ്വലായി 3ാം ഘട്ടത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം. അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ജയിച്ചാൽ MLA ആവുമല്ലോ, ജയിച്ച MLA ആവുമല്ലോ. അതെന്നെ മുഖ്യ പരിഗണനയല്ലേ. അദ്ദേഹം UDF-ൽ വന്ന് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ബാക്കി കാര്യമൊക്കെ ആലോചിക്കുന്നത് ഞാനല്ലല്ലോ, എന്റെ നിർദ്ദേശമല്ലോ. അതുണ്ടാവുമല്ലോ. പിന്നെ ജില്ലയിൽ പലയിടത്തും CPM-നുള്ള അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തത്. എത്ര പേര് രാജിവെച്ചു, എത്ര പേര് വിട്ടുനിൽക്കുന്നു, എത്ര പേര് പ്രവർത്തനത്തിനുണ്ടായിട്ടില്ല. അവർക്കൊക്കെ മനമടുപ്പായി. ഈ പാർട്ടി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരാരും ഈ മുതലാളിത്തത്തിന്റെ പിറകെ പോകാനുള്ള സാധ്യതയില്ല. പാവങ്ങൾ, നിരപരാധികൾ, അറിയാത്ത ആളുകൾ വോട്ട് ചെയ്താണ് ഇപ്പം കിട്ടുന്ന വോട്ട്. അല്ലാതെ ബുദ്ധിയും വിവരമുള്ള ആളുകൾ നല്ല ചിന്തിച്ച് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ തിരിച്ചടി അപാരമായിരിക്കും. അതിന്റെ കണക്ക് കൂട്ടാൻ അല്പസമയം എടുക്കും CPM-ന്. CCN മണ്ണാർക്കാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് കനത്ത സുരക്ഷ. ഓരോ നിയമസഭാ മണ്ഡലങ്ങൾക്കുമായി 1 വീതം ആകെ 12 സ്ട്രോങ് റൂമുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവയുടെ സുരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി എല്ലാ സ്ട്രോങ് റൂമുകൾക്കും മുന്നിലായി കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയ്ക്ക് പുറമെ സംസ്ഥാന പോലീസും അഗ്നിരക്ഷാസേനയും ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 3 ലെയറുകളുള്ള സുരക്ഷാ സംവിധാനമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. സ്ട്രോങ് റൂമുകൾ CCTV ക്യാമറകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുവഴി 24 മണിക്കൂർ നിരീക്ഷണം ഉറപ്പാക്കുന്നു. കൂടാതെ ഉദ്യോഗസ്ഥരുടെ പ്രവേശനം രേഖപ്പെടുത്തുന്നതിനായി ഓരോ നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലും ലോഗ് ബുക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂൾ, അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലും, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും നടക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. CCN പാലക്കാട്. കരിങ്കല്ലത്താണി പൂവത്താണി തൂത റോഡിലെ ബിടാത്തിപ്പാലം അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. പാലത്തിന്റെ ഒരു ഭാഗത്തെ കൈവരികൾ പൂർണ്ണമായും തകർന്ന് വീണിരിക്കുകയാണ്.
തിരക്കേറിയ പാതയിൽ അപകട ഭീഷണി ഒഴിവാക്കാൻ നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് പ്ലാസ്റ്റിക് കയർ കെട്ടി സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇത് ഒട്ടും സുരക്ഷിതമല്ല. ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ നിരവധി സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട്. തകർന്ന ഭാഗത്ത് ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിലെത്തുന്ന ഡ്രൈവർമാർക്ക് പാലത്തിന്റെ അപകടാവസ്ഥ തിരിച്ചറിയാൻ കഴിയാതെ ഭീതി വർദ്ധിപ്പിക്കുന്നു. കൈവരി തകർന്ന ഭാഗത്തെ മരക്കൊമ്പുകളും ചെടികളും വെട്ടിമാറ്റാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി വൈകുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. CCN ചെത്തല്ലൂർ. വിഷു വിപണി ലക്ഷ്യമിട്ട് നടത്തിയ കണി വെള്ളരി കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ച് ചെത്തല്ലൂർ കൊറേനേക്കാട്ടിൽ നാരായണൻകുട്ടി. അത്തിപ്പറ്റ പുഴയോരത്തുള്ള മുള്ളൂരി പാടശേഖരത്തെ സ്വന്തം കൃഷിയിടത്തിലാണ് ഇദ്ദേഹം വെള്ളരി കൃഷിയിറക്കിയത്. പാരമ്പര്യമായി കർഷക കുടുംബാംഗമായ നാരായണൻകുട്ടി കൃഷിയിലെ ലാഭനഷ്ടത്തെക്കാൾ ഉപരിയായി അർപ്പണബോധത്തോടെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ജനുവരി ആദ്യവാരത്തിലാണ് വെള്ളരി വിത്തുകൾ പാകിയത്. ഇത്തവണ ചേന കൃഷിക്കൊപ്പമാണ് വെള്ളരിയും കൃഷി ചെയ്തത്. പുഴയുടെ തീരത്തുള്ള കൃഷിയിടമായതിനാൽ പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് നനയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ പാകമായ വെള്ളരികളുടെ വിളവെടുപ്പ് ആരംഭിച്ചു. പച്ചവെള്ളരിയും സ്വർണ്ണ നിറത്തിലുള്ള പഴുത്ത വെള്ളരിയും വിപണിയിൽ എത്തിക്കുന്നു. കിലോയ്ക്ക് 15 രൂപ നിരക്കിലാണ് നിലവിൽ വിൽപ്പന നടക്കുന്നത്. ഞങ്ങൾ ചേന കൃഷി തിരുവാതിര കഴിഞ്ഞ സമയത്ത് കൊടുകുന്ന് ചേനവിത്ത് കൊണ്ടുവരും. ചേനവിത്ത് കൊടുന്നു കഴിഞ്ഞാൽ ചേന ഞങ്ങൾ നടും. ചേന നട്ട് കഴിഞ്ഞാൽ മകരമാസം മലയാള മാസം അല്ലെങ്കിൽ ജനുവരി 14-ാം തീയതി ഞങ്ങൾ വെള്ളരി വിത്ത് കുഴിച്ചിടും. വെള്ളരി വിത്ത് കുഴിച്ചിട്ട് ഞങ്ങൾ വെള്ളരി വിളവെടുക്കും, കൂട്ടത്തിൽ ചേന എടുക്കും. ചേന എടുത്തു കഴിഞ്ഞാൽ ചേനേന് പുല്ലും കാടൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് വെള്ളരി പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 രൂപയുള്ളൂ. പക്ഷേ കടക്കാർ അത് 40 രൂപയ്ക്ക് വിൽക്കും. ഞങ്ങൾ നല്ല കണി വെള്ളരി ആയിട്ട് വിൽക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ചേന ഞങ്ങൾ നനച്ചുണ്ടാക്കണം. ചേന ഞങ്ങൾ ചിലപ്പോൾ നല്ല വിലയ്ക്ക് വിറ്റിട്ടുണ്ട്. ഞങ്ങൾ 3 കൊല്ലം മുന്നേ 60 രൂപയ്ക്ക് ചേന വിറ്റിട്ടുണ്ട്. അതേ സമയത്ത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 15 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് ചേന കൃഷി ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണ കൃഷിയാണ്. എൻ്റെ അച്ഛനായിട്ട് ചെയ്യണ കൃഷിയാണ്. അച്ഛനായിട്ട് ചെയ്യണ കൊറേനേക്കാട്ടിൽ മൂത്താൻ പറയും. അതിൻ്റെ മകനാണ് നാരായണൻകുട്ടി എന്നാണ് എൻ്റെ പേര്. അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യലുണ്ട്. ഞങ്ങൾ 1 കൊല്ലം നഷ്ടം പറ്റിച്ച് 1 കൊല്ലം ചെയ്യാതിരിക്കില്ല. ഞങ്ങൾ ഈ ചേന ഇവിടെ പറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കോയമ്പത്തൂർ, തമിഴ്നാട്, തൃശ്ശി, മധുര, തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട് എല്ലായിടക്കും കയറ്റി പോകും. അത് വേറെ ആൾക്കാർ വന്ന് എടുക്കുകയും ചെയ്യും. ഞങ്ങൾ ഡയറക്റ്റും കൊണ്ടുപോകും. കോഴിക്കോട്, കണ്ണൂരൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും. തൃശ്ശി, മധുരയൊക്കെ വേറെ ബ്രോക്കർ വെച്ചിട്ട് വേറെ കൊണ്ടുപോകും. പാലക്കാട്, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, ചേലക്കര എന്നിവിടങ്ങളിലേക്കും മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇവിടുത്തെ വെള്ളരികൾ എത്തുന്നുണ്ട്. സാധാരണ വെള്ളരിക്ക് പുറമെ കോഴിക്കോട് നിന്ന് വിത്തെത്തിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത ഉരുണ്ട കോഴിക്കോടൻ വെള്ളരിയും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ഇതിന് ഒരെണ്ണത്തിന് വിപണിയിൽ 60 രൂപയോളം വില ലഭിക്കുന്നുണ്ട്. സഹോദരൻ ഗോപാലകൃഷ്ണനും നാരായണൻകുട്ടിക്കൊപ്പം കൃഷിയിൽ സജീവമാണ്. ഇരുവരും ചേർന്ന് ഇതുവരെ 5 ടണ്ണോളം വെള്ളരിയാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചത്. ഞങ്ങൾ വെള്ളരി ഉണ്ടാക്കലുണ്ട്. വെള്ളരി ഉണ്ടാക്കി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഏപ്രിൽ 5-ാം തീയതി മുതൽ വെള്ളരി ഇറക്കുകയാണെങ്കിൽ പച്ച കംപ്ലീറ്റ് അറുത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പഴുത്ത വെള്ളരി 8-ാം തീയതി, 10-ാം തീയതി, 11-ാം തീയതി മുതൽ ഞങ്ങൾ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കോങ്ങാട്, ചേലക്കര, പിന്നെ എറണാകുളം, അങ്ങോട്ട് തിരുവനന്തപുരം വരെ അവിടെ ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട്. പിന്നെ ഞങ്ങളേക്ക് തികയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വാങ്ങിയിട്ട് ഞങ്ങൾ തൂക്കിയെടുക്കും. എന്നിട്ട് ഞങ്ങൾ തൂക്കിയെടുത്തിട്ട് ഇപ്പോൾ തൂതയിലാണ് ടോപ്പ് വെള്ളരി കൃഷി. ഇവിടെ അല്ല വെള്ളരി കൃഷി, ഇവിടെ കുറച്ചേ ഉള്ളൂ. തൂതയിലാണ് ടോപ്പ് വെള്ളരി കൃഷി. മണലായ ആ പാലത്തിൻ്റെ അവിടെ ഇട്ട് വരും. അവിടെ ഫുള്ള് വെള്ളരി കൃഷിയാണ്. ഇന്നലെ 50 ടൺ വെള്ളരി ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓരോ കച്ചവടക്കാരായിട്ട് 50 ടൺ വെള്ളരി കയറ്റിപ്പോയി ഓരോ ഭാഗത്തേക്ക്. ഫുള്ള് വെള്ളരിയൊക്കെ ലാഭം തന്നെയാണ്. വെള്ളരി ആൾക്കാർ പണിയെടുക്കണം. വെള്ളരി ഇത് മുക്കി നനച്ചുണ്ടാക്കണം. ആദ്യം മുക്കി നനച്ചാൽ പിന്നെ നമുക്ക് ഇവിടെ മോട്ടോർ സൗകര്യം ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെള്ളം മുക്കി പുഴയിൽ നിന്ന് വെള്ളം മുക്കിയിട്ടാണ് നനച്ചുണ്ടാക്കുക. അങ്ങനെയാണ് ഞങ്ങളത്. പക്ഷേ വെള്ളരി ലാഭമൊക്കെ തന്നെയാണ്. പക്ഷേ പണിയെടുക്കണം. വെള്ളരി പണിയെടുക്കണം. വേനൽ മഴയുടെ കുറവും വന്യമൃഗശല്യം ഇല്ലാത്തതും കൃഷിക്ക് ഗുണകരമായെന്ന് നാരായണൻകുട്ടി പറയുന്നു. പുഴയോരത്തെ മണ്ണിന്റെ പ്രത്യേകത കൊണ്ടാകാം അസാധാരണമായ തിളക്കവും വലിപ്പവുമാണ് ഇവിടുത്തെ വെള്ളരിക്കുള്ളത്. CCN ചെത്തല്ലൂർ. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാക്കളെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴെക്കൊണ്ടുവച്ചായിരുന്നു സിനിമാ രംഗങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ആക്രമണം നടന്നത്.
നാട്ടുകൽ പുത്തൻപീടികയിൽ മുഹമ്മദ് മുനീർ, കരിങ്കലത്താണി കൂരി മുഹമ്മദ് ബഷീർ, നാട്ടുകൽ കളമ്പറമ്പിൽ KP നൌഫൽ എന്നിവരാണ് പിടിയിലായത്. ഫുട്ബോൾ മത്സരത്തിനിടെ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് അക്രമാസക്തമായ സംഭവങ്ങളിലേക്ക് നയിച്ചത്. നാട്ടുകൽ സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് ഷമീൽ, സൽമാനുൽ ഫാരിസ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയ പ്രതികൾ വടിവാൾ വീശി ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഭയന്ന യുവാക്കൾ കാറോടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികൾ തങ്ങളുടെ വാഹനം ഉപയോഗിച്ച് യുവാക്കളുടെ കാറിന്റെ പിൻഭാഗത്ത് അതിശക്തമായി ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ റോഡിൽ തലകീഴായി മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. CCN പെരിന്തൽമണ്ണ. മുതിർന്ന CPIM നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ PP വാസുദേവന്റെ പുതിയ ചെറുകഥാ സമാഹാരം നായകൊട്ടാരം ഏപ്രിൽ 14 ചൊവ്വാഴ്ച പ്രകാശനം ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പുസ്തക പ്രകാശനം നിർവഹിക്കും. ഈ മാസം 14 തീയതി ആണ് പ്രകാശനം ചെയ്യുന്നത്. M സ്വരാജ് ഇതിൽ പങ്കെടുക്കുന്നു. ദേശാമാനി വാരിക പത്രാധിപരെ KP മോഹനൻ, വാരോളി മുഹമ്മദ് കുട്ടി, വാസേട്ടൻ തുടങ്ങി ഈ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വാസേട്ടൻ്റെ വളരെ ഞാൻ ആ പുസ്തകം കണ്ടു. ഇതിൻ്റെ ഇലക്ഷന് തൊട്ട് മുന്നേ ആയിരുന്നു അത് പ്രസിദ്ധീകരിക്കുമെന്ന് വിചാരിച്ചിരുന്നത്. ഇലക്ഷൻ വന്ന് മുട്ടിയപ്പോൾ അതാണ് മാറ്റി വയ്ക്കാൻ ഉണ്ടായത്. വളരെ നല്ല രീതിയിൽ വളരെ കമനീയമായിട്ടാണ് പുസ്തകം പ്രിന്റ് ചെയ്തിട്ടുള്ളത്. പട്ടാമ്പി ലോഗോസാണ് അത് എഴുതിയിട്ടുള്ളത്. എല്ലാവരെയും ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ബാദഷാ ഹാജി സ്മാരക കോൺഫറൻസ് ഹാളിൽ വൈകുന്നേരം 4 മണിക്കാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയായിരുന്ന PP വാസുദേവൻ തന്റെ വിശ്രമവേളകളെ സർഗാത്മകമായി ഉപയോഗപ്പെടുത്തിയാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയാകും. പ്രമുഖ ബാലസാഹിത്യകാരനും ചെറുകാട് ശക്തി അവാർഡ് ജേതാവുമായ C വാസുദേവൻ പുസ്തകം പരിചയപ്പെടുത്തും. PP വാസുദേവന്റെ മകൾ സ്വപ്ന PP പുസ്തകം ഏറ്റുവാങ്ങും. CCN പെരിന്തൽമണ്ണ. വണ്ടൂർ വാണിയമ്പലത്ത് 19 വയസ്സുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് വണ്ടൂർ പോലീസ്. വെന്തോടൻപടി സ്വദേശി പുഴുത്തുണ്ണി മിഷാബാണ് കേസിലെ പ്രതി. വിസയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വണ്ടൂർ പാലാമഠം സ്വദേശി ഫഹദിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 വാണിയമ്പലത്ത് വെച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നിലെ കാരണമായി പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. പ്രതിയായ മിഷാബിന് ജിദ്ദയിലേക്ക് വിസ തരപ്പെടുത്തി കൊടുത്തത് ആക്രമണത്തിനിരയായ ഫഹദിന്റെ പിതാവാണ്. വിദേശത്തെത്തിയ മിഷാബിന് നേരത്തെ പറഞ്ഞ ജോലിക്കുള്ള വിസയല്ല കിട്ടിയതെന്നും ശമ്പളം കുറവായിരുന്നു എന്നും പരാതിയുണ്ടായിരുന്നു. ഇതുപ്രകാരം 1.5 ലക്ഷം രൂപ ഫഹദിന്റെ പിതാവ് തനിക്ക് നൽകാനുണ്ടെന്ന് മിഷാബ് പറഞ്ഞതായും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 8 മാസത്തോളമായി പണം ആവശ്യപ്പെട്ടുള്ള തർക്കങ്ങൾ അവർക്കിടയിൽ നിലനിന്നതായും കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തെ തുടർന്ന് പ്രതി കത്തിയെടുത്ത് വീശുകയായിരുന്നു. തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫഹദിനെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഫഹദ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിൽ 7 സീറ്റുകളിലെങ്കിലും UDF വിജയിക്കുമെന്നും ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം മണ്ണാർക്കാട് മണ്ഡലത്തിലായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാക്കളെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കൊടി വെച്ചായിരുന്നു സിനിമാ രംഗങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ആക്രമണം നടന്നത്. വണ്ടൂർ വാണിയമ്പലത്ത് 19 വയസ്സുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് വണ്ടൂർ പോലീസ്. വെന്തോടൻപടി സ്വദേശി പുഴുത്തുണ്ണി മിഷാബാണ് കേസിലെ പ്രതി. വിസയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.